ഹലോ ഗായ്സ്, നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? ഞങ്ങളെല്ലാവരും കൂടി വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ആകെ മഴയും തണുപ്പും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വണ്ടിയിൽ കയറിയതാണ്. പക്ഷേങ്കിൽ പോയി ഞങ്ങൾ ആലപ്പുഴയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് പോലും. ഇതാരാന്ന് നോക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരു 15 ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഹൗസ് ബോട്ട് എടുക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങളവിടെ ചെന്നത്. പുലിക്കാട്ടിൽ ഹൗസ് ബോട്ട്സ് എന്ന് പറഞ്ഞൊരു ടീമിനാണ് നമ്മൾ കോൺടാക്ട് ചെയ്തതും അവിടെ തന്നെയാണ് ബുക്ക് ചെയ്തതും. അത്യാവശ്യം നല്ല ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഒരു 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10:30 വരെയായിരുന്നു നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6 മണിയായപ്പോൾ നമ്മളെ കറക്റ്റ് കയറ്റുകയും ചെയ്തേ. ഒട്ടും പ്ലാൻ ഇല്ലാതെ വന്നവരാണ് ഞങ്ങൾ. ഒട്ടും പ്ലാൻ ഇല്ലാതെ. എന്നാടാ ഈ കാണിക്കുന്നേ? എന്നാ വാവേ ഇങ്ങോട്ട് നോക്കിയ നീ എന്നാ. ഇനി മാമച്ചിയെ കണ്ടില്ലെന്ന് പറയില്ല. കണ്ടേ, ഇതാണ് ഞങ്ങളുടെ ഗുണ്ട മാമച്ചി. ഹായ് അച്ചി, എന്തുകൊണ്ട് വിശേഷം? എങ്ങനെയുണ്ട്? ഭയങ്കര എക്കോ ആണല്ലേ ഇവിടെ. അതെ, പുലിക്കാട്ടിൽ.com. ഞങ്ങളെ 3 പേരും ഒരു റൂമിലാക്കി. ഓരോരുത്തർ 4 റൂം. എത്ര റൂമോ? മൊത്തത്തിൽ 4 റൂം. ചെറുക്കന്മാരൊരു റൂം, ഗേൾസ് ഒരു റൂം, ഫാമിലി അച്ഛനും അമ്മയൊക്കെ ഓരോരോ റൂമിലായിട്ട് മാറിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ റൂമാട്ടോ ഇത്. 6 മണിക്ക് ശേഷം ഒരു ഹൗസ് ബോട്ടും കായലിൽ മൂവ് ചെയ്യിക്കത്തില്ല എന്നറിഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചുമ്മാ വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ആലപ്പുഴ ബീച്ചിലേക്ക് വന്നു. അവിടെ വന്ന് കുറച്ചു നേരം ഒന്ന് ചില്ലിയാൻ തുടങ്ങിയതേ ഉള്ളൂ ഗായ്സ്. അപ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്തു. ഞങ്ങൾ തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് തന്നെ ഇങ്ങ് പോന്നു. കാരണം ഒരു 8:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് വരണമെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിന്നറും കാര്യങ്ങളൊക്കെ അവിടെ അപ്പോഴത്തേക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ കോഴ്സായിട്ട് വന്നിട്ടുള്ളത് ഫിഷ് തന്നെയായിരുന്നു. കരിമീനും ഫിലോപ്പിയും അത് ഫ്രൈ ചെയ്തതും കറി വെച്ചതും അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ തന്നെ ഒരു സമയമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോൾ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് മൂവ് ചെയ്തു ഗൈസ്. മാമച്ചി സൂപ്പറാ. അങ്ങനെ വേണം മാമച്ചിമാരായ. കേട്ടോ പറഞ്ഞേ, ഞാൻ അതിനെ സെറ്റായിട്ട് വന്നിരിക്കുന്നത്. മാമച്ചി സെറ്റായിട്ട് എടുക്കണം, ഫേസ്ബുക്കിൽ ഇടണമെന്ന്. ഇടാ.
ഞങ്ങളാരും തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൗസ് ബോട്ടിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സാധനം ഉണ്ടല്ലോ അത് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സ്പീഡ് ബോട്ടിലെ ചേട്ടന്മാർ വന്നിട്ട് കയറുന്നുണ്ടോ, നിങ്ങൾ കയറുന്നുണ്ടോ, 10 മിനിറ്റത്തേക്ക് കയറുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേർ സെറ്റിന് എല്ലാവർക്കും കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ പോക്ക് കണ്ടിട്ട് അത്തിമാർക്കും അമ്മച്ചിമാർക്കും പേടിയായതുകൊണ്ട് ഞങ്ങളെ കയറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ഞങ്ങളെല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാവരോടെ പോകുമ്പോൾ സ്പീഡ് ബോട്ടിൽ കയറണം എന്ന് വിചാരിക്കുന്നു. ഡിന്നറും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. നല്ല പൂ പോലുള്ള ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും, അത് വേണ്ടാത്തവർക്ക് ബ്രെഡും ജാമും ഒക്കെ ആയിരുന്നു അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹൗസ് ബോട്ടിലിരുന്ന് ബോട്ട് മൂവ് ചെയ്യുമ്പോൾ കഴിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ശരി കേട്ടോ. ഓക്കെ ഞാൻ പറഞ്ഞേ. ഇനി ന്യൂട്രലേ പോകത്തുള്ളൂ. ഹലോ, എങ്ങനെയുണ്ട് ബോട്ടില്? ഇങ്ങനെ ഒരു ശോകമുഖമായിട്ടിരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കുവിന്റെ ഫോണിലെടുത്ത് എഡിറ്റ് ചെയ്യേണ്ടാത്ത ഫോട്ടോസ്. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ലോഗായിട്ട് വരുന്നിടം വരെ ടാറ്റാ.